രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമോ നമഃ. അദ്രേ ശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ട് പത്രേ സത്തമനാകം വൃദ്ധനാം ജഡായുഷം എത്രയും വളർന്നോരു വിസ്മയം പൂണ്ട് രാമൻ ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ, രാക്ഷസാം പ്രവരൻ ഇക്കിടക്കുന്നത് മുനിഭക്ഷകൻ, ഇവനെ നീ കണ്ടതില്ലയോ സഖേ, വിളിഞ്ഞോ തന്നീടു നീ ഭീതിയുണ്ടാക്കൊല്ല, കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിദ്ധം രാമൻ ചൊന്നതു കേട്ട് പക്ഷി ശ്രേഷ്ഠനാം ഭയപീഡിതനായി ചൊന്നാൻ, വദ്യനല്ലാകം തവ സാധനം ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായി, വയസ്യൻ അറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, അന്തവ്യനല്ല ഭക്തനാം ജഡായു ഞാൻ. എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരുപ്പതിനടുത്തു വസിക്കനേ, സങ്കടം ഇനിയൊന്നുകൊണ്ടു നീ നിനക്കില്ല, ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ. അതു കഷ്ടം കഷ്ടം, കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്ത് ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി, പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പ ഉണ്ടാക്കിനാൻ. തമാ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു, ജാനകീ ദേവിയോടും കദളീപന സാമ്രാജ്യാഖില ഫലവൃഷവൃത ആനനേ ഫലവൃഷാവൃത കാനനെ ജനസമ്പാദ വിവർജിതേ. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ, ശ്രീരാമനായ യോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട്. രാത്രിയിൽ ഉറങ്ങാതെ ശാപവാണവും ധരിച്ചാസ്തയ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ച ഉടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തേരുൾ ചെയ്യണം ഭഗവാനേ. ഭക്തനാമടിയനോട് അടിയനുടെ അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നം എല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ല, ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടെ ആനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കിട്ടാലുമെങ്കിൽ
അതിഗുഹ്യമാം ഉപദേശം കെട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമം എല്ലാം. മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അൻപോടു, പിന്നെ ജ്ഞാനസാധനം ചെയ്യാമല്ലോ. വിജ്ഞാന സഹിതം ആം ജ്ഞാനവും ചൊൽവൻ പിന്നെ. വിജ്ഞേയാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയം ഒക്കെ നീടും അല്ലോ. രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷം മറ്റ് അവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുൻപിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുകരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച് അത്രേ ചൊല്ലാൻ എന്നോടെത്രയും വിരയെ നീ വീർത്തേറ്റം വിറച്ചലറെ സദ്ഗദ്ഗത ആർത്തി പോണ്ട് ഓർത്തു വേദി ചൊല്ലിനാൾ വളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും തമാഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്ന് അവർക്കു നാമം. ഒരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേര്. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അപരജൻ അഗ്ഗേന ഛേദിച്ചിതോ. കുജാതികൾ എല്ലാം ശൂരനായിടും നീ ഇന്ന് അവരെ കൊല ചെയ്ത് ചോര നൽകതാകം തീരുമാറെനിക്ക്. ഇപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനവും ചെയ്യുക ഇച്ഛ വന്നിടും മമ നിശ്ചയം അറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോട് ഉരചെയ്താൻ. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മനസ്സേ പുനർ അവരെ വരും അതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപകരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരാദയാവാരിതേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയും. മുൽപ്പാട് മകേശനെ തപസ്സു ചെയ്ത് സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുൻപിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദൻ ഉദാരമായി ഭവിക്ക ഭവാൻ ഇതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. അതുമൂലം ഓർത്താമരുൾ ചെയ്തു പരമേശ്വരൻ. അതു നേരം യാമിനീചരന്മാരായ ജനിക്ക നിങ്ങൾ ഇനി രാമനായ അവതരിച്ചിടുവൻ. ജ്ഞാനും ഭൂമവും രാക്ഷസദേകന്മാരാം നിങ്ങളെ ഛേദിച്ച് അന്ന് മോക്ഷവും തന്നിടുവൻ. എല്ലാ സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായ ദുരഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം. ആനന്ദസ്വരൂപനാം നിന്തിരുവടി നാദ
എന്നവൾ അപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ട് സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയമന പ്രാണാഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജഗൽ സ്വപ്നാഖ്യാദി അവസ്ഥാഭേദങ്ങൾ മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദ ഏകം. ബാല്യകൗമാരാദികൾ ആഗമാപായികളാം ബാല്യാദിഭേദങ്ങൾക്കു സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മ ആനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. തട്ടായ്വാൻ 3 പേർക്കും മായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോട്. അങ്കുലീയം എടുത്ത് അംബുജ വിലോചൻ അങ്കുലത്തിന്മേലിട്ട് ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും പ്രാതാവു തനിക്ക് അണിഞ്ഞിടുവാനായി അരുളിയിടിനാൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം. സംഭൂജരായ സജ്ജനങ്ങളെ, CCTVയുടെ കർക്കടകം പുണ്യം എന്ന ഈ കർക്കടക മാസത്തിലെ ജനങ്ങളുടെ മനസ്സിലെ തിന്മകളെ നന്മയിലേക്ക് ഉയർത്തുന്ന ഈ പരമ്പരയിൽ 12ാം ദിവസത്തിലെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനോടുകൂടി അങ്ങനെ പഞ്ചവടിയിലേക്ക് ഉള്ള യാത്രയാണ്. അഗസ്ത്യ മഹർഷിയെ കണ്ടതിന് ശേഷം പഞ്ചവടിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ജടായുവിനെ കാണുന്നു. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ലക്ഷ്മണോപദേശം അരണ്യകാണ്ഡത്തിലെ. ഒരു ദിവസം രാവിലെ ലക്ഷ്മണൻ നേരെ ചെന്ന് ആ ശ്രീരാമചന്ദ്രനിൽ നിന്നും ആ ഉപദേശം സ്വീകരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ലക്ഷ്മണ, നമ്മളീ കാണുന്നതൊക്കെ മായ. ശരീരം ആത്മാനാം രഥിനാം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു. നമ്മൾ ഈ ബാഹ്യമാണ് എന്ന ഈ ശരീരമുണ്ടോ ഒന്നിനും പറ്റില്ല. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമായി ചിത്തമാക്കി എടുത്തുകൊണ്ട് ഭഗവാന്റെ ആ ചൈതന്യം എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും തുല്യമായിട്ടിരിക്കുക തന്നെയാണ്. മനസ്സ് നീ എപ്പോഴും കൺട്രോൾ ചെയ്തിരിക്കണം, ഒന്നിലും ഭ്രമിക്കാൻ പാടില്ല. മനസ്സ് എപ്പോഴും അതിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ അവരിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മുക്തനായിട്ട് വേണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ലക്ഷ്മണനോട് ഉപദേശിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ ഒരുമിച്ച് ഇരിക്കണ നേരത്താണ് നമ്മുടെ ശൂർപ്പണകയുടെ ഒരു വരവ്. ഈ ശൂർപ്പണക എന്ന് പറഞ്ഞാൽ പേരെന്നെ എന്താ വെച്ചാൽ നഖങ്ങനെ കൂർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഈ ശൂർപ്പണക, അതായത് അങ്ങനെ ഒരു പേരിന് വന്നു. ഈ ശൂർപ്പണക ആരാച്ച രാവണൻ്റെ ഒരേ ഒരു സഹോദരിയാണ്. ഈ രാവണൻ്റെ ഈ ഒരേ ഒരു സഹോദരി, അത് ഏറ്റവും രസം എന്താച്ച, ഈ ശൂർപ്പണകെ
കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടേ. കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ആ ഭർത്താവ് ഒരു യുദ്ധത്തിന് പോയപ്പോൾ രാവണനെതിരെ യുദ്ധം ചെയ്യുകയാണ്. രാവണന് എതിരെ യുദ്ധം ചെയ്തപ്പോൾ രാവണൻ ശരിയാക്കി കൊടുത്തു. ഉടനടി ശൂർപ്പണയ്ക്ക് പറഞ്ഞു, അയ്യോ എനിക്കിനി ആരുമില്ല, ഞാൻ എന്താ ചെയ്യുക? എന്നാ നീ നിനക്ക് ഇഷ്ടമുള്ള ആളെ പോയി പിടിച്ചോ, 100% ഫ്രീഡം കൊടുത്തിരിക്കുക. അപ്പം അങ്ങനെ ഇന്നും ഈ നമ്മുടെ കേരളത്തിലും കാണാം, പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള നിരവധി ശൂർപ്പണകൾ ഇപ്പം ഉണ്ട് ഈ കാലത്ത്. കാരണം അതൊക്കെ എന്താ വെച്ചാൽ ആധ്യാത്മികത കുറവ് കൊണ്ട് വരുന്നതാണ്. ഇന്ന് അച്ഛനും അമ്മമാർക്കൊന്നും നേരമില്ല ഉപദേശം കൊടുക്കാൻ, ഇത്തരം കഥകൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണമായും ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ശൂർപ്പണയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, ആരും എന്നോട് ചോദിക്കില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നാണ്. ശൂർപ്പണക നല്ല ഇങ്ങനെ നോടി നടക്കുമ്പോണ്ട് ഒരു മനുഷ്യഗന്ധം തോന്നുക. നോക്കുമ്പോണ്ട് ശ്രീരാമൻ അവിടെ ഇരിക്കുക. നേരെ ശ്രീരാമൻ്റെ അടുത്ത് ചെന്നു. ശ്രീരാമൻ്റെ അടുത്ത് ചെന്നപ്പോൾ തോന്നി നല്ല സുന്ദരിയായിട്ടാണ് ചെന്നപ്പോൾ എന്നെ കല്യാണം കഴിക്കുക. ഡയറക്റ്റ് സ്പീച്ച് അവിടേക്ക്. അയ്യോ എനിക്ക് ഒരുത്തി ഇവിടെ ഉണ്ട്, അവിടെ വെറുതെ ഒരാളിരിക്കുന്നുണ്ട്, ആളില്ലാണ്ടേ. ആരാ? ലക്ഷ്മണൻ. നീ ലക്ഷ്മണനോട് പോയി ചോദിച്ചോ. ശൂർപ്പണക നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വന്നു. ലക്ഷ്മണനോട് പറഞ്ഞു, അതേ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനൊരു മോഹം. അയ്യോ കുട്ടിയെ, എൻ്റെ ചുമതല ഇവരെ സംരക്ഷിക്കലാണല്ലോ, എനിക്ക് പറ്റില്ല. അവിടെ ഏട്ടൻ അവിടെ ഉണ്ട്, ശ്രീരാമൻ്റെ അടുത്ത് പൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഏട്ടൻ തിരിച്ചു. ഇങ്ങനെ കുറച്ച് നേരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശൂർപ്പണയ്ക്ക് പോയപ്പോഴാണ് ആ സീതാദേവി അതിൻ്റെ ഇടയിൽ വന്ന് കണ്ടത് എന്താന്ന് നോക്കിയത്. അപ്പം ശൂർപ്പണയ്ക്കൊരു തോന്നൽ, ഇവള് കാരനല്ലേ, എന്നാൽ ഇവളെ കടി ശരിയാക്കി കളാച്ചിട്ട് നേരെ ആ രാക്ഷസി രൂപം എടുത്തുകൊണ്ട് ശൂർപ്പണയ്ക്ക് നേരെ അടുത്ത് ചാടി. ശൂർപ്പണയ്ക്ക് നിരക്ക് ചാടിയപ്പോൾ എന്ത് ചെയ്യും, ലക്ഷ്മണൻ തൻ്റെ വാളുകൊണ്ട്, ലക്ഷ്മണൻ വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ശൂർപ്പണക ചാടിയ വയ്ക്ക് ആ വാള് ശരിക്കൊന്ന് വെച്ചു അവിടെ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങോട്ട് വെട്ടി, ചാടിപ്പിളി മൂക്ക് മുല അങ്ങനെ ഉയർന്ന ഭാഗമൊക്കെ അങ്ങോട്ട് വെട്ടി. ഇതങ്ങോട്ട് വെട്ടിയോട് കൂടിയിട്ട് ശൂർപ്പണക ആകെ കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ആകെ വിഷമായി, ഒരു രക്ഷയില്ലോ. എന്താണ് ഇനിയിപ്പോൾ എങ്ങനെ ഇതൊന്ന് രക്ഷപ്പെടാമെന്ന് തന്നെ മനസ്സിലാവാത്ത പ്രശ്നമായി. ഉടനടി ശൂർപ്പണക എന്ത് ചെയ്തു, ഏട്ടൻ്റെ അടുത്ത് ചെന്നു, രാവണൻ്റെ അടുത്ത്. ഹേയ് ഇതെന്താ അത്? അയ്യോ ഏട്ടാ കണ്ടില്ലേ, എന്താ കാര്യം പറ. ഏട്ടാ ഈ രത്നങ്ങളൊക്കെ ആർക്കും അവകാശപ്പെട്ടതാ, അങ്ങേക്കല്ലേ. പഞ്ചവടിയിൽ ദണ്ഡകാരണ്യത്തിൽ ഒരു സ്ത്രീരത്നമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ സ്ത്രീരത്നം അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിന് ചെന്നപ്പോൾ അവിടെയുള്ള ആ രണ്ടാളും കൂടി കാട്ടിക്കൂട്ടിയതാ. അത് അവിടെ അനുജൻ എന്ന് പറഞ്ഞ ആൾ കാട്ടിക്കൂട്ടിയതാ. ഇങ്ങനെ ആ ശൂർപ്പണക ആലോചിച്ച് നോക്കി, ശരിക്കൊരു ശൂർപ്പണക തന്നെയാണ്. അതങ്ങോട്ട് കണ്ടപ്പോൾ രാവണന് തോന്നി, ആഹാ എൻ്റെ പെങ്ങളെ എങ്ങനെ ആക്കിയില്ലേ, എന്നാ ശരിയാക്കി തരാമെന്നാ. ഉടനെ വിളിച്ചു. ആരെ? മാരീചിനെയും വിളിച്ചു, സുബാഹുവിനെയും വിളിക്കുകയാണ്. രണ്ടുപേര് ചെന്നു. അവരോട് പറയണം, അവിടെ ദണ്ഡകാരണ്യത്തിൽ ഒരു സ്ത്രീയുണ്ട്, രത്നം, അവളെ തട്ടിക്കൊണ്ടുവരണം നമുക്ക് എന്നാണ്. ശരി, ആദ്യം മാരീചിനെ വിളിച്ചു. മാരീചനും അതുപോലെ തന്നെ മാരീചിനെ മാത്രം കൊണ്ടേയുള്ളൂ. നേരെ പുറപ്പെട്ടു. അയ്യോ ആദ്യത്തിലൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ മാരീചനും സുബാഹും ആദ്യം ഉണ്ടായപ്പോൾ മാരീചൻ മാത്രമേ, സുബാഹു മരിച്ചു പോയല്ലോ. കാരണം എന്താ വെച്ചാൽ ആ പരശുരാമൻ്റെ സമയം വെച്ചിട്ട് സുബാഹുവിനെ ആദ്യം തന്നെ കൊന്നുണ്ടായിരുന്നു. അപ്പോൾ മാരീചൻ ഇതിന്ന് രക്ഷപ്പെട്ട് രാമബാണെന്ന് കേട്ട പേടിയാണ്, എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പം മാരീചനോട് പറഞ്ഞു, മാരീചനെ രാന്ന് കേട്ടാൽ തന്നെ പേടിയാണ്, എന്നെ നിനക്ക് സഹായിക്കണം. എന്താ വേണ്ടത്? നമുക്ക് പോയിട്ട് ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുവരണം. ശ്രീരാമചന്ദ്രൻ്റെ അവിടെ എത്തി. അപ്പം മാരീചൻ വിചാരിച്ചു എന്തായാലും തൻ്റെ മരണം ഉറപ്പാണ്.
പറ്റില്ല എന്ന് പറഞ്ഞാൽ രാവണൻ തന്നെ കൊല്ലും. എന്നാ ശ്രീരാമദേവൻ്റെ ആ അമ്പുകൊണ്ട് മരിച്ച പുണ്യം കിട്ടില്ലേ, മോക്ഷം കിട്ടില്ലേ? ആ ഒരു ചിന്തയാണ് ആർക്ക് വന്നത്? നമ്മുടെ മരീചിന് വന്നത്. അങ്ങനെ രണ്ടാളും കൂടി പോവുകയാണ്. ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ ചെല്ലുകയാണ്. പൊന്മാനിൻ്റെ വേഷത്തിൽ ചെന്ന ആ പൊന്മാനെ കിട്ടണം വന്ന സീതാദേവി പറയുന്നു. ഉടനടി സീതാദേവി പറഞ്ഞപ്പോൾ നേരെ ശ്രീരാമചന്ദ്രൻ മാനിനെ പിടിക്കാൻ പോകുന്നു. ആ സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നീ നോക്കണം എന്ന് പറയണം, അവിടെ കാവൽ നിൽക്കണം എന്ന് പറയണം. അപ്പോഴാണ് ഈ പൊന്മാനിൻ്റെ പിന്നാലെ പോയ ആ സമയത്ത് ലക്ഷ്മണൻ്റെ ശബ്ദത്തിൽ പറയാണ്, അയ്യോ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരു കപടധ്വനി വരികയാണ്. അപ്പോൾ ലക്ഷ്മണനോട് സീതാദേവി പറയാണ്, എൻ്റെ ഭർത്താവ് അവിടെ അലയിരട്ടും. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എടുത്തിയമ്മ പേടിക്കണ്ട, അതൊക്കെ മായ, രാക്ഷസന്മാരുടെ മായ. അത് ശരിയല്ലേ? അപ്പം സീതാദേവി പറയുന്നൊരു വാക്കുണ്ട്, നിനക്ക് ഏട്ടൻ മരിച്ചാൽ എന്നെ പ്രാപിക്കാനാണോ അല്ലെങ്കിൽ എന്നെ ഭരതന് കൊടുക്കാനാണോ? ഇതങ്ങോട്ട് ചെവി അങ്ങോട്ട് പൊത്തിക്കൊണ്ട് പറയാണ്, മതി. അപ്പോൾ ഉടനടി ഒരു വരവരയ്ക്കിയ ലക്ഷ്മണരേഖ, ഇത് നിപ്പുറം കിടക്കരുത് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. ആ വാക്കുകൾ, സീതാദേവിയുടെ ആ വാക്കുകൾ ഒരിക്കൽ ആ ഒറ്റ വാക്ക് പറഞ്ഞില്ല രാമായണല്ലേ പറഞ്ഞു. ഓരോ കഥാപാത്രത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളുമാണ് ഈ രാമായണത്തെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഉടനടി രാവണൻ നേരെ വന്നിട്ട് സീതാദേവിയെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി അങ്ങനെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊന്നും നാം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, നമ്മൾ ഉച്ചരിക്കുന്ന ഒരു വാക്കുകൾ, ആ ഒരു വാക്ക് മതി, ഒരു സെൻറ്റൻസ് മതി ഒരു കുലം മുടിക്കാൻ. സ്വൈരമായ ഒരു കുടുംബത്തിൽ ഏതൊരു വ്യക്തിയുടെയും ഒരു വാക്കുകൊണ്ടോ ഒരു വാചകം കൊണ്ടോ ആ കുടുംബം കുട്ടിച്ചോറാകുന്ന സമ്പ്രദായമാണ് ഈ കലിയുഗത്തിൽ. അതുകൊണ്ട് വിനയഭാവം വേണമെന്നാണ് പറഞ്ഞത്. വിനയഭാവമുണ്ടെങ്കിലേ അവിടെ കുടുംബം നിലനിൽക്കൂ. ആ കുടുംബം നിലനിൽക്കാൻ ഇത്തരം രാമായണത്തിലെ ഓരോ തത്വവിചാരം ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ഭാഗങ്ങളും നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.